Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. എല്ലാവരും ലേറ്റ് ആയിട്ടാണോ ജോയിൻ ചെയ്യുന്നത്? Good afternoon. Good afternoon, ma'am. Good afternoon all. ലാസ്റ്റ് ക്ലാസ് ഡയാലിസിസ് ചാപ്റ്റർ ഒക്കെ പഠിച്ചു എല്ലാവരും? എടുക്കുമ്പോ തന്നെ ആ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചു പോകാം. അധികം ദിവസങ്ങളില്ല എക്സാമിനൊക്കെ അറിയാലോ എല്ലാവർക്കും. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് എടുക്കാൻ പോണ ചാപ്റ്റർ 4 ബ്ലഡ് ബാങ്ക് ആണ് കേട്ടോ. ചാപ്റ്റർ 4 ബ്ലഡ് ബാങ്ക് ആണ്. മൊഡ്യൂൾ 2 ചാപ്റ്റർ 4 ബ്ലഡ് ബാങ്ക് ആണ്. എല്ലാവരും അത് എടുത്ത് വെക്കാം കേട്ടോ. എടുത്തു. ഓക്കെ, നിങ്ങൾ ബ്ലഡ് ബാങ്ക് കണ്ടിട്ടില്ലേ? നമ്മൾ ഹോസ്പിറ്റൽസിലൊക്കെ പോകുമ്പോ ഈ ബ്ലഡ് കളക്ട് ചെയ്യുന്ന സ്ഥലം ഉണ്ടല്ലോ, നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന സ്ഥലം, ആ സ്ഥലത്തിനെയാണ് സാധാരണയായിട്ട് എന്ത് പറയുന്നത്? ഒരു ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞാല്. ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഒരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. സ്റ്റഡി ഓഫ് ബ്ലഡ്, ബ്ലഡിനെ കുറിച്ചുള്ള പഠനത്തിന് എന്താ പറയുന്നത്? ബ്ലഡിനെ കുറിച്ചിട്ടുള്ള പഠനത്തിന് ആർക്കെങ്കിലും അറിയുമെങ്കിൽ ആൻസർ ആയിക്കട്ടോ. ബ്ലഡിനെ കുറിച്ചിട്ടുള്ള പഠനം ഹെമറ്റോളജി. ഹെമറ്റോളജി ആദ്യത്തെ രണ്ടാമത്തെ ആഴ്ചയാണ് കറക്റ്റ് സ്പെല്ലിങ്. ഓക്കെ, ബ്ലഡ് നമ്മൾ കളക്ട് ചെയ്യുന്ന സ്ഥലത്തെയാണ് നമ്മൾ എന്ത് പറയണത്? ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഡോണർ നമ്മളെ ബ്ലഡ് ഡോണറിന്റെ കയ്യിൽ നിന്ന് നമ്മൾ ബ്ലഡ് എന്ത് ചെയ്യും? കളക്ട് ചെയ്യുമല്ലോ. ആ ഒരു പ്ലേസിനെയാണ് സാധാരണയായിട്ട് എന്ത് പറയുന്നത്? ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഈ ഡൊണേറ്റ് ചെയ്ത ബ്ലഡ് സ്റ്റോർ ചെയ്യുന്ന പ്ലേസ്, അത് പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യുന്ന പ്ലേസ് ആണ് ഇത് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. നമ്മൾ ട്രാൻസ്ഫ്യൂഷന് മുമ്പായിട്ട് സ്റ്റോർ ചെയ്യുന്ന സ്ഥലം. എന്താണ് ട്രാൻസ്ഫ്യൂഷൻ? ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്? ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ട്രാൻസ്ഫ്യൂഷന് മുമ്പായിട്ട് നമ്മൾ ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ ഒരു പ്ലേസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് അത് റെഫർ ചെയ്യാറ്, കണക്കാക്കപ്പെടാറ്. സെക്കൻഡ് മൊഡ്യൂള് ചാപ്റ്റർ 4 ആണ് കേട്ടോ. ഓക്കെ, ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശേഖരിക്കുന്ന സ്ഥലമാണ്. കളക്ട് ചെയ്യുന്ന സ്ഥലമായിട്ട്, ശേഖരിക്കുന്ന സ്ഥലമായിട്ട് നമ്മളത് കണക്കാക്കാറുണ്ട്. നമുക്ക് നോക്കാം കേട്ടോ. എല്ലാവരും വന്നല്ലോ. The term blood bank generally refers to the department of the hospital. സാധാരണ രീതിയിൽ ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് കണക്കാക്കാറ്. യൂഷ്വലി വിത്തിൻ എ ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലിനിക്കൽ ലബോറട്ടറിയുടെ ഒരു ഭാഗമായിട്ട് ആ ഒരു ഭാഗത്ത് തന്നെയാണ് നമ്മൾ എന്ത് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. വേർ ദ സ്റ്റോർ ഓഫ് ബ്ലഡ് പ്രൊഡക്റ്റ് ടേക്ക് പ്ലേസ്. ഇവിടെയാണ് നമ്മൾ ബ്ലഡ് മൊത്തമായിട്ടല്ല സ്റ്റോർ ചെയ്ത് തന്നെ. ബ്ലഡ് എന്ത് ചെയ്യും? അത് സെപ്പറേറ്റ് ചെയ്ത് അതിൽ കമ്പോണൻസ് ഉണ്ടെന്നൊക്കെ നമുക്കറിയാം. ബ്ലഡിൽ എന്തൊക്കെ കമ്പോണൻസ് ആണ് ഉള്ളത്? ചെറുപ്പം മുതലേ പഠിച്ചു വന്നിട്ടുള്ള കാര്യമാണ് ബ്ലഡിലുള്ള കമ്പോണൻസ്. ഏതൊക്കെയാണ്? അറിഞ്ഞൂടാ? ബ്ലഡിലെ കമ്പോണൻസ് RBC, WBC. RBC സ്റ്റാൻഡ്സ് ഫോർ റെഡ് ബ്ലഡ് സെൽസ്, വൈറ്റ് ബ്ലഡ് സെൽസ്. പിന്നെ RBC, WBC കറക്റ്റ് ആണ്. വേറെ എന്തൊക്കെ കമ്പോണൻസ് ഉള്ളത്? പ്ലാസ്മ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? പ്ലാസ്മ, പ്ലേറ്റ്ലെറ്റ്സ്, ഇതെല്ലാമാണ് ബ്ലഡിലെ കമ്പോണൻസ് എന്ന് പറയുന്നത്. പ്ലേറ്റ്ലെറ്റ്സ്. ഓക്കെ, ഇത്രയുമാണ് ബ്ലഡിലെ കമ്പോണൻസ്. ഈ ബ്ലഡിലെ കമ്പോണൻസ് സെപ്പറേറ്റ് ചെയ്താണ് നമ്മൾ എവിടെ സ്റ്റോർ ചെയ്യുന്നത്? ബ്ലഡ് ബാങ്കിൽ സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ സ്റ്റോർ ഓഫ് ബ്ലഡ് പ്രോഡക്റ്റ് ടേക്ക് പ്ലേസ് ആൻഡ് വേർ പ്രീ ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് ബ്ലഡ് capability test is executed. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്ലഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആണ്. ഒരു വ്യക്തിനെ സംബന്ധിച്ച് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫ്ലൂയിഡ് ആണ്. അപ്പൊ ഈ ഫ്ലൂയിഡ്
ഈ ബ്ലഡ് ഒരാളിൽ നിന്ന് മറ്റുള്ള ആളിലേക്ക് എന്ത് ചെയ്യുമ്പോൾ ട്രാൻസ്ഫ്യൂഷൻ നടത്തുമ്പോൾ, ട്രാൻസ്ഫ്യൂഷന്റെ മീനിങ് ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. ട്രാൻസ്ഫ്യൂഷൻ എന്താണെന്ന് അറിയണമല്ലോ, ഒന്ന് എഴുതി വെച്ച എല്ലാവരും. Transfusion is the process of transferring blood from one person to another. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യണം. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയണത്? ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. പ്രീ ട്രാൻസ്ഫ്യൂഷൻ എന്ന് വെച്ചാൽ ട്രാൻസ്ഫ്യൂഷന് മുമ്പ് അത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് ഏത്? ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാൻ വേണ്ടി എടുക്കുമ്പോൾ അനുയോജ്യമാണോ എന്നൊക്കെ ഒരുപാട് ടെസ്റ്റുകൾ നടത്തേണ്ടി വരും. കാരണം കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്ത് ആ ബ്ലഡില് വേറെ ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യണത്? മറ്റു പേഷ്യൻസിന് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യണേ. അപ്പൊ നമ്മൾ കപ്പബിലിറ്റി ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യണത്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നത്. അപ്പൊ ബ്ലഡ് ബാങ്കില് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യണത്? നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞു. അവിടെ പ്രീ ട്രാൻസ്ഫ്യൂഷൻ പീരീഡിന് മുമ്പ് പ്രീ ട്രാൻസ്ഫ്യൂഷന് മുമ്പ് ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നു, സേഫ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇനി കേപ്പബിലിറ്റി ടെസ്റ്റുകൾ നടത്തുന്നു. അനുയോജ്യമാണോ നമ്മുടെ ബ്ലഡ്? ആ ഒരു അനുയോജ്യമായിട്ടുള്ള കുറച്ച് ടെസ്റ്റുകളൊക്കെ നടത്തും. ഈ ബ്ലഡ് ബാങ്ക് ഇൻവോൾവ്സ് ദ ടാസ്ക് റിലേറ്റിംഗ് ടു ബ്ലഡ് കളക്ഷൻ. എന്തൊക്കെ കാര്യങ്ങളാണ് ബ്ലഡ് ബാങ്ക് ചെയ്യുന്നത്? ബ്ലഡ് കളക്ഷൻ ചെയ്യും. ചില ബ്ലഡ് ഡോണേഴ്സിന്റെ കയ്യിൽ നിന്ന് ബ്ലഡ് കളക്ട് ചെയ്യും, അത് പ്രോസസ് ചെയ്യും. അതിൽ കുറച്ച് ടെസ്റ്റുകൾ നടത്തും. നമ്മൾ പറഞ്ഞു കേപ്പബിലിറ്റി ടെസ്റ്റുകൾ, ചില കുറച്ച് ടെസ്റ്റുകൾ ഉണ്ട്. ഇങ്ങനെ ടെസ്റ്റുകളൊക്കെ നടത്തും. ദെൻ ആ ബ്ലഡുകൾ സെപ്പറേറ്റ് ചെയ്താൽ സൂക്ഷിക്കുന്നത്. ഒരുമിച്ചല്ല ബ്ലഡ് സൂക്ഷിക്കുന്നത്, സെപ്പറേറ്റ് ചെയ്താൽ സൂക്ഷിക്കുന്നത്. ആൻഡ് അതിന്റെ പ്രോപ്പർ ആയിട്ട് അതെങ്ങനെ സ്റ്റോർ ചെയ്യണം എന്നുള്ളതും ആരുടെ ഡ്യൂട്ടിയാണ്? ബ്ലഡ് ബാങ്കിന്റെ ഡ്യൂട്ടിയാണ്. അപ്പം ബ്ലഡ് വഴി ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരുപാട് ഡിസീസസ് ഉണ്ട്. അപ്പൊ അതൊക്കെ തടയാൻ വേണ്ടിയിട്ടാണ് WHO എന്ത് തീരുമാനിച്ചിരിക്കുന്ന ഒരു ഗ്ലോബൽ അപ്രോച്ച് ഉണ്ട്. ബ്ലഡ് സേഫ്റ്റി മുന്നിൽ കണ്ടുകൊണ്ട് WHO പറഞ്ഞിട്ടുണ്ട് കുറച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് വേണം ബ്ലഡ് എന്ത് ചെയ്യാനായിട്ട് ഡോണേഴ്സിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാനും ട്രാൻസ്ഫ്യൂഷന് മുമ്പ് അത് മാച്ച് ആണെന്നൊക്കെ ഉറപ്പ് വരുത്തണമെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? WHO പറഞ്ഞിട്ടുണ്ട്. ആരാണ് WHO? നിങ്ങൾക്ക് അറിഞ്ഞൂടെ? നിങ്ങൾക്ക് അറിഞ്ഞൂടാ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒന്ന് ടൈപ്പ് ചെയ്ത് വെച്ചാൽ എല്ലാവരും ആരെങ്കിലും അറിയണവരൊന്ന് ടൈപ്പ് ചെയ്ത് WHO എന്ന് വെച്ചാല് WHO സ്റ്റാൻഡ്സ് ഫോർ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, ലോകാരോഗ്യ സംഘടന കേട്ടോ. അപ്പൊ ലോകാരോഗ്യ സംഘടന എന്ത് പറഞ്ഞിട്ടുണ്ട്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് മുമ്പ് എന്തൊക്കെ ടെസ്റ്റുകളൊക്കെ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് അവര് ഒരു അപ്രോച്ച്, ഗ്ലോബൽ അപ്രോച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡ് വഴി ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. ഇപ്പൊ എയ്ഡ്സ്, HIV അതേപോലത്തെ അസുഖങ്ങൾ ഈ ബ്ലഡ് വഴി എന്ത് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്? പകരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും ഇതേപോലെ തന്നെ എന്ത് ചെയ്യും? പേഷ്യൻസിന് ബ്ലഡ് വഴി എന്ത് ചെയ്യും? ട്രാൻസ്ഫർ ചെയ്യുന്ന അസുഖങ്ങളാണ്. അങ്ങനെ മറ്റൊരു പേഷ്യന്റ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് അതുവഴി മറ്റൊരു പേഷ്യൻസിലേക്ക് ബ്ലഡ് വഴി വരാതിരിക്കാൻ വേണ്ടി അവർ കുറച്ച് എന്ത് എടുക്കേണ്ടത്? സീരിയസ് ആയിട്ടുള്ള സ്റ്റെപ്സ് എടുക്കേണ്ടത്. അതിൽ വന്നതാണ് ലോകാരോഗ്യ സംഘടന പറഞ്ഞ അനുസരിച്ചായിരിക്കും അവർ എന്ത് ചെയ്യുന്നത്? ഈ ബ്ലഡ് സേഫ്റ്റിയുടെ കുറച്ച് അപ്രോച്ചുകൾ നോക്കിയിട്ടാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നത്. അപ്പം WHO developed a global approach to blood safety to crucial the burden of the disease due to unsafe blood transfusion. നമുക്ക് വേറെ ബേർഡൻ ഒന്നും വരാതിരിക്കാൻ വേണ്ടി, വേറെ ബുദ്ധിമുട്ടുകളൊന്നും വരാതിരിക്കാൻ വേണ്ടി, അതേപോലെ അൺസേഫ് ആയിട്ടുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ തടയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുള്ള ഗ്ലോബൽ അപ്രോച്ച് ഫോളോ ചെയ്യുന്നുണ്ട്. ഒരു വ്യക്തിയില്, ഒരു സാധാരണ ഒരു ആവറേജ് പേഴ്സണില് എത്ര ലിറ്റേഴ്സ് ബ്ലഡ് ഉണ്ടാവും? ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സണില് 5 ലിറ്റർ ഓഫ് ബ്ലഡ് ഉണ്ടാവും. ആൻഡ് ആവറേജ് പേഴ്സൺ ക്യാരി ഓൾമോസ്റ്റ് 5 liters ഓഫ് ബ്ലഡ്. എത്ര ലിറ്റേഴ്സ് ഉണ്ടാവും? 5 ലിറ്റർ ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഹാർട്ട് വഴി, നമ്മുടെ ബാക്കിയുള്ള ബ്ലഡ് വെസൽസ് വഴി നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറ്റ് സർക്കുലേറ്റ് ദ ബോഡി ത്രൂ ബ്ലഡ് വെസൽസ് ആൻഡ് ഇറ്റ്സ് പമ്പ് ത്രൂ ദ ഹാർട്ട്. ഹാർട്ട് വഴിയും അതേപോലെ നമ്മുടെ ബോഡി വെസൽസ് വഴിയും ഇത് എന്ത് ചെയ്യണു? സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എത്ര വയസ്സ് വേണം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാന്ന് അറിയോ നിങ്ങൾക്ക്?
ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ എത്ര വയസ്സുള്ളവർക്കാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നത്? അത് നിങ്ങൾക്ക് അറിയോ? അതിനൊരു ക്രൈറ്റീരിയ പറയുന്നുണ്ട്. ഇത്ര ഏജിലുള്ളവർക്ക് ഡൊണേറ്റ് ചെയ്യാൻ പാടുള്ളൂ. അറിയോ? 18. കറക്റ്റ് ആണ് കേട്ടോ. 18 to 65 വയസ്സുള്ളവർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. എത്രയാണ്? 18 to 65. 80 to 65 ഏജ് ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ആ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് പറഞ്ഞിരിക്കുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാല് എത്ര kg വേണം? ആ വ്യക്തി 45 കിലോഗ്രാം വേണം. ആ വ്യക്തി എത്ര കിലോഗ്രാം വേണം? വെയിറ്റ് എത്ര വേണം? 45 kgs വേണം. ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു വ്യക്തിക്ക് എത്ര മാസം കൂടുമ്പോ ബ്ലഡ് എന്ത് ചെയ്യാൻ പറ്റും? ഡൊണേറ്റ് ചെയ്യാൻ പറ്റും? അറിയോ അത്? നല്ലൊരു ആരോഗ്യമുള്ള വ്യക്തിക്ക് 3 മാസം കൂടുമ്പോ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. എത്ര മാസമാണ്? 3 months കൂടുമ്പോ ഒരു പ്രാവശ്യം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഒരു പ്രാവശ്യം ഒരു ഹ്യൂമൻ ബോഡിയിൽ ഒരു വ്യക്തിയിൽ നിന്ന് എത്ര മില്ലി ലിറ്റർ ബ്ലഡ് ആണ് കളക്ട് ചെയ്യണമെന്ന് അറിയാവോ? ഒരു ലിമിറ്റ് ഉണ്ട് അതിന്. എത്ര മില്ലി ലിറ്റർ ബ്ലഡ് ആണ്? 300 ml ബ്ലഡ് ആണ് ഒരു പ്രാവശ്യം എന്ത് ചെയ്യണത്? കളക്ട് ചെയ്യണത്. എത്രയാണ്? 300 ml ബ്ലഡ്. ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ആയിരുന്നു കേട്ടോ. അതിപ്പോ ശരിയാവും.
സോറി കേട്ടോ, ചെറിയ ടെക്നിക്കൽ ഇഷ്യൂ ആണ്. അപ്പോ നമ്മള് പറഞ്ഞു നിർത്തിയത് എവിടെയാണ്? നമ്മൾ പറഞ്ഞു എത്ര വയസ്സ് മുതലാണ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു. എത്ര വയസ്സ് മുതലാണ്? 18 വയസ്സ് മുതൽ ഒരു 65 ഇയേഴ്സ് വരെ നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ക്രൈറ്റീരിയ ആയിട്ട് പറഞ്ഞത് 45 kg വേണം, വെയിറ്റ് വേണം. 3 മാസത്തിൽ ഒരിക്കൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡൊണേറ്റ്. ആരോഗ്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ 3 മാസത്തിൽ ഒരിക്കൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ഒരു പ്രാവശ്യം നമ്മുടെ കയ്യിൽ നിന്ന്, നമ്മുടെ ബോഡിയിൽ നിന്ന് 300 ml മില്ലിലിറ്റർ ആണ് ബ്ലഡ് കളക്ട് ചെയ്യുന്നത്. ഇനി ഈ 3 months എന്നുള്ളത് ഫീമെയിൽസിന്റെയും മെയിലിന്റെയും വ്യത്യാസമുണ്ട്. മെയിൽസിന്റെ കേസിലാണെങ്കിൽ 90 ദിവസം കറക്റ്റ് ആണ്. മെയിൽസിന്റെ കയ്യിൽ നിന്ന് നമ്മൾ എന്ന് വെച്ചാൽ ആണുങ്ങളുടെ പുരുഷന്മാരിൽ നിന്ന് ബ്ലഡ് കളക്ട് ചെയ്യുന്നത് എത്ര ദിവസം കൂടുമ്പോഴാണ്? 90 ഡേയ്സിൽ ഒരിക്കൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്ലഡ് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. ഫീമെയിലിന്റെ കയ്യിൽ നിന്നാണെങ്കിൽ അത് 120 ഡേയ്സിൽ ഒരിക്കലായിരിക്കണം ബ്ലഡ് എന്ത് ചെയ്യേണ്ടത്? കളക്ട് ചെയ്യേണ്ടത്. എത്ര ദിവസം കൂടുമ്പോൾ? 120 ദിവസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്ലഡ് കളക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ ബ്ലഡ് ബാങ്കിന്റെ ഇൻട്രൊഡക്ഷൻ ആണ് പറഞ്ഞത്. ബ്ലഡ് ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റലിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റ് ഒരു ക്ലിനിക്കൽ പാത്തോളജി ലബോറട്ടറി ആയിട്ടാണ് ഈ ബ്ലഡ് ബാങ്ക് എന്ത് ചെയ്യണത്? വർക്ക് ചെയ്യണത്. അപ്പോ നമ്മുടെ ബ്ലഡ് പ്രൊഡക്ട്സ് സ്റ്റോർ ചെയ്യുന്ന ഒരു പ്ലേസ് ആണ്. അതേപോലെ തന്നെ പ്രീ ട്രാൻസ്ഫ്യൂഷന് മുമ്പ് നമ്മുടെ ബ്ലഡ് എന്ത് ചെയ്യണത്? കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ്. അതേപോലെ തന്നെ കോമ്പറ്റേറ്റീവ് ടെസ്റ്റുകൾ, അതേപോലെ അനുയോജ്യമാണോ, ബ്ലഡ് ആ ഡോണറായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഉള്ള ടെസ്റ്റുകൾ നടത്തുന്നത് എവിടെയാണ്? ബ്ലഡ് ബാങ്കിലാണ്. ബ്ലഡ് ബാങ്കിൽ വെച്ച് തന്നെയാണ് ബ്ലഡ് കളക്ട് ചെയ്യുന്നതും അതേപോലെ അതിന്റെ പ്രോസസ്സിങ്ങും ടെസ്റ്റിങ്ങും സെപ്പറേഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണത്? നടക്കുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ പ്രോസസ്സിംഗ്, ടെസ്റ്റിംഗ്, സെപ്പറേഷൻ ആൻഡ് സ്റ്റോറേജ് എവിടെ വെച്ചാണ് നടക്കുന്നത്? ബ്ലഡ് ബാങ്കിൽ വെച്ച് തന്നെയാണ് നമ്മൾ നടക്കുന്നത്. ഇനി നമ്മൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ബ്ലഡ് എന്ത് ചെയ്യണത്? ട്രാൻസ്ഫ്യൂഷന് വേണ്ടിയിട്ട് കുറച്ച് ഗ്ലോബൽ അപ്രോച്ചുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും ഈ ഗ്ലോബൽ അപ്രോച്ചുകൾ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തുന്നത്. ഒരു ആവറേജ് പേഴ്സന്റെ ബോഡിയിൽ എത്ര ലിറ്റേഴ്സ് ബ്ലഡ് വേണമെന്ന് പറഞ്ഞു? 5 ലിറ്റർ ബ്ലഡ് വേണം. ഇതാണ് നമ്മുടെ ബോഡിയിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സർക്കുലേറ്റ് ചെയ്യുന്നത്. ഈ ഒരു പോർഷൻ മനസ്സിലായ എല്ലാവർക്കും? ഓക്കെ. നെക്സ്റ്റ്, വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ്? നമ്മുടെ ബ്ലഡ് ബാങ്കിന്റെ മെയിൻ ഫങ്ഷൻസ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഹോസ്പിറ്റലിലെ ബ്ലഡ് ബാങ്ക്സ് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? ഫസ്റ്റ് തന്നെ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയ ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് ബ്ലഡ് ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്രിട്ടിക്കൽ ആണ്. ഒരു വ്യക്തിയുടെ ബോഡിയിൽ നിന്ന് ബ്ലഡ് നഷ്ടപ്പെട്ടു പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അത് കുറച്ച് അല്ലെങ്കിൽ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കേസാണത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തണം. അപ്പോ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ പെർഫോം ചെയ്യുന്ന ആരാണ്? ബ്ലഡ് ബാങ്ക് ആണ്. അപ്പൊ ബ്ലഡ് ബാങ്കില് വേഗതയിലുള്ള അർജന്റ് ആയിട്ടുള്ള റിക്വയർമെന്റ്സിനനുസരിച്ച്, റിക്വസ്റ്റിനനുസരിച്ച് വേഗതയിൽ വേണം ബ്ലഡ് ബാങ്കിൽ നിന്ന് ബ്ലഡ് കമ്പോണൻസ് എന്ത് ചെയ്യാനായിട്ട്? ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. സ്പീഡിൽ ചെയ്യണം. ചില കുറച്ചുകൂടി സ്വിഫ്റ്റ് ആയിട്ട് ഭയങ്കര സ്പീഡിലായിരിക്കണം എന്ത് ചെയ്യാനായിട്ട്? ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാൻ വേണ്ടിയുള്ള ബ്ലഡ് കമ്പോണൻസ് എന്ത് ചെയ്യാനായിട്ട്? ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. സ്വിഫ്റ്റ് റെസ്പോൺസ് ടു അർജന്റ് റിക്വസ്റ്റ് ഫോർ ബ്ലഡ് കമ്പോണൻസ്. നമ്മൾ വേഗതയിലുള്ള റെസ്പോൺസ് കൊടുക്കണം. നമ്മുടെ കയ്യിൽ ബ്ലഡ് ബാങ്കിൽ ഇങ്ങനെ ബ്ലഡുകൾ ഉണ്ട് ഇല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും അപ് ടു ഡേറ്റ് ആയിരിക്കും. കാരണം ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഇപ്പൊ ഭയങ്കര റിസ്കി, പ്രോപ്പർ ആയിട്ട് ബ്ലഡ് കിട്ടുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ലൈഫ് ചിലപ്പോൾ സേവ് ചെയ്യാൻ പറ്റും. ഇനി അങ്ങനെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് വൈകിയൊക്കെ പോയി കഴിഞ്ഞാൽ തന്നെ ലൈഫ് കുറച്ചുകൂടി ത്രെറ്റനിങ് ആണ്. സോ എന്താ പറയാ, നമുക്കറിയാം ബ്ലഡ് ലോസ് ആയി ആള് മരണം വരെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അർജന്റ് ആയിട്ടുള്ള റിക്വയർമെന്റ്സ് അനുസരിച്ച് ബ്ലഡ് എന്ത് ചെയ്യണം? ബ്ലഡ് കമ്പോണൻസ് ട്രാൻസ്ഫർ ചെയ്യണം. നെക്സ്റ്റ്, വാലിഡേറ്റിംഗ് പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾസ്. നമ്മൾ എക്സാമിൻ ചെയ്യണം. ട്രാൻസ്ഫ്യൂഷന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടിയിരിക്കുന്ന സാമ്പിള്, നമുക്ക് കിട്ടിയിരിക്കുന്ന ഡൊണേറ്റ് ചെയ്തിരിക്കുന്ന ബ്ലഡിലെ സാമ്പിൾസ് എന്ത് ചെയ്യണം? വാലിഡേറ്റ് ചെയ്യണം, എക്സാമിൻ ചെയ്യണം, സാധൂകരിക്കണം. ആൻഡ് റിക്വസ്റ്റ് ടു റിസർവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രൊഡക്റ്റ്. എന്നിട്ട് റിക്വസ്റ്റ് കൊടുക്കണം. നമ്മുടെ ഈ ബ്ലഡ് പ്രൊഡക്റ്റും ബ്ലഡും എങ്ങനെയാണ് റിസർവ് ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ച് റിക്വസ്റ്റ്.
നമ്മൾ ബ്ലഡ് ആയിട്ടായിരിക്കില്ല അവിടെ എന്ത് ചെയ്യണത്, സ്റ്റോർ ചെയ്യണത്. ബ്ലഡ് കമ്പോണൻസ് ആക്കി സെപ്പറേറ്റ് ചെയ്തിട്ടാണ് അത് എന്ത് ചെയ്യണത്, സ്റ്റോർ ചെയ്യുന്നത്. ഇവാലുവേറ്റിംഗ് ഇമ്മ്യൂണോളജിക്കൽ സ്റ്റെബിലിറ്റി ബിറ്റ്വീൻ ഡോണർ ആൻഡ് പേഷ്യന്റ്. ഉള്ള പേഷ്യന്റും ഡോണറും തമ്മിൽ ഇമ്മ്യൂണോളജിക്കൽ സ്റ്റെബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രോഗപ്രതിരോധ ശേഷി എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം, എക്സാമിൻ ചെയ്യണം. നമ്മളിപ്പോ ഡോണർ പ്രതിരോധ ശേഷിയൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്, നല്ല ആരോഗ്യവാനായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ പേഷ്യൻസിന് ആ ബ്ലഡ് കൊടുക്കണോണ്ട് കുഴപ്പമില്ല. ഇനി ഡോണർ ഇമ്മ്യൂണോളജിക്കൽ പ്രതിരോധ ശേഷി കുറഞ്ഞ വ്യക്തിയാണെങ്കിൽ ആ ബ്ലഡ് കൊടുക്കാതിരിക്കണേ നല്ലത്. കാരണം പേഷ്യൻസിന്റെ അവസ്ഥ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കഴിഞ്ഞാലും പേഷ്യന്റിന്റെ അവസ്ഥ എന്താവാനുള്ള മോശമാവാനുള്ള വേസ്റ്റാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് വേണം, ഇമ്മ്യൂണോളജിക്കൽ സ്റ്റെബിലിറ്റി സ്യൂട്ടബിലിറ്റി നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഡൊണേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട്. ചോസിങ് സ്യൂട്ടബിൾ ബ്ലഡ് കമ്പോണൻസ് ഫോർ ഈച്ച് ക്ലിനിക്കൽ കണ്ടീഷൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞു ബ്ലഡ് കമ്പോണൻസ് ആയിട്ടാണ് തിരിച്ചു വെക്കുന്നത്, സെപ്പറേറ്റ് ചെയ്താണ് ബ്ലഡ് ബാങ്കിൽ സൂക്ഷിക്കുന്നത്. അപ്പൊ നമ്മൾ ചൂസ് ചെയ്യണം കറക്റ്റ് ആയിട്ടുള്ള ബ്ലഡ് കമ്പോണന്റ് ആയിരിക്കണം ഈ ക്ലിനിക്കൽ കണ്ടീഷനിൽ ചൂസ് ചെയ്യുന്നത്. ഒരു അനീമിക് ആയിട്ടുള്ള പേഷ്യന്റ് ആണെന്ന് വിചാരിക്കുക. അനീമിക് ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡ് RBCയുടെ കൗണ്ട് കുറയണം, അല്ലെങ്കിൽ എന്താ പറയാ നമ്മുടെ അയണിന്റെ കുറവ് കൊണ്ട് ഒരു അസുഖമാണ്. ആ പേഷ്യൻസിന് ബ്ലഡ് ലോസ് ആയി, ബ്ലഡ് ഒരു അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച ആക്സിഡന്റ് എന്തെങ്കിലും സംഭവിച്ച ബ്ലഡ് നഷ്ടപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് റീപ്ലേസ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഏത് സൂട്ടബിൾ കമ്പോണന്റ് എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യണം, ചൂസ് ചെയ്യേണ്ട ഒരു RBC ആണ് കൊടുക്കേണ്ടത്. റെഡ് ബ്ലഡ് സെൽസ് ആയിരിക്കും എന്ത് ചെയ്യേണ്ട ട്രാൻസ്ഫ്യൂഷൻ നടത്തേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ ചൂസ് ഓഫ് സ്യൂട്ടബിൾ ബ്ലഡ് കമ്പോണൻസ് ഫോർ ഈച്ച് ക്ലിനിക്കൽ കണ്ടീഷൻ. ഓരോ ക്ലിനിക്കൽ കണ്ടീഷൻ അനുസരിച്ച് ഏത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ബ്ലഡ് കമ്പോണൻസ് എന്ത് ചെയ്യണം, നമ്മൾ ചൂസ് ചെയ്യണം. കോഷൻ ഡെലിവറി ആൻഡ് ഹാൻഡ്ലിംഗ് ഓഫ് ബ്ലഡ് പ്രൊഡക്റ്റ്. നമ്മുടെ ബ്ലഡ് പ്രൊഡക്റ്റ് സൂക്ഷിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഡെലിവറി ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും. കാരണം ബ്ലഡ് വഴി ഒരുപാട് അസുഖങ്ങളൊക്കെ എന്ത് ചെയ്യാൻ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ ബ്ലഡ് വഴി ഒരു അസുഖവും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ റെസിപ്പിയന്റിന് വരാൻ പാടില്ല. അത്രയും കോഷന്റ് ആയിരിക്കണം, അത്രയും പ്രിക്യൂഷൻസ് എടുത്ത് വേണം ഇത് എന്ത് ചെയ്യാനായിട്ട്, ഹാൻഡിൽ ചെയ്യാനായിട്ട്. ഇൻവെന്ററി ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ഓഫ് ബ്ലഡ് ആൻഡ് ഇറ്റ്സ് കമ്പോണൻസ്. ഇപ്പം നമ്മൾ ബ്ലഡ് ബാങ്കിനെ സംബന്ധിച്ച് ഇൻവെന്ററി അല്ലെങ്കിൽ സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്, അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ബ്ലഡ് ആണ്. അവിടെ എന്താണോ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ബ്ലഡും ബ്ലഡിന്റെ കമ്പോണൻസ് ആണ്, എലമെന്റ്സ് ആണ്. അപ്പൊ അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഇൻവെന്ററി സ്റ്റോക്ക് മാനേജ്മെന്റും ആരുടെ ഉത്തരവാദിത്തമാണ്, ബ്ലഡ് ബാങ്കിന്റെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ കയ്യിൽ ഇപ്പം എല്ലാ ടൈപ്പ് ഗ്രൂപ്പ് ബ്ലഡ് ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഏതെങ്കിലും ഇപ്പൊ ട്രാൻസ്മിഷന് വേണ്ടി കൊടുത്തു, അപ്പൊ റെയർ ആയിട്ടുള്ള ഏതെങ്കിലും ബ്ലഡ് ഉണ്ടെങ്കിൽ, ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ അത് എന്ത് ചെയ്യണം, റീഫിൽ ഒക്കെ ചെയ്ത് വെക്കണം. അപ്പൊ നമ്മൾ മറ്റുള്ള എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ടോ വേറെ ബ്ലഡ് ബാങ്ക് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് ഈ ബ്ലഡ് എന്ത് ചെയ്യും, എത്തിക്കും. അല്ലെങ്കിൽ ഡോണേഴ്സ് ഉണ്ടാവും, ഈ സന്നദ്ധ പ്രവർത്തകരൊക്കെ ഉണ്ട്, കുറച്ചും കൂടെ യങ്ങായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യാറുണ്ട്, ബ്ലഡ് ഒക്കെ ഡൊണേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്ത് ബ്ലഡ് എന്ത് ചെയ്യും, നമ്മുടെ ബ്ലഡ് ബാങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കും. കാരണം ഏത് സിറ്റുവേഷനിൽ ഏത് ഗ്രൂപ്പ് ബ്ലഡ് ആണ് ആവശ്യം വരാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ കയ്യിൽ ആ സമയത്ത് എന്ത് വേണം, സ്റ്റോക്ക് വേണം. ആ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ എന്ത് വേണം, ബ്ലഡിന്റെ സ്റ്റോക്ക് വേണം. ആ ഇൻവെന്ററി മാനേജ്മെന്റ് ആൻഡ് സ്റ്റോക്ക് മാനേജ്മെന്റ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സാധാരണ നമ്മൾ വേറെ ഇതിലൊക്കെ പറയുന്ന ഇൻവെന്ററി എന്ന് വെച്ചാൽ നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വസ്തുക്കളെയാണ് ഇൻവെന്ററി അല്ലെങ്കിൽ സ്റ്റോക്ക് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോ എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് ബ്ലഡ് ആണ് ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന്റെ ഒരു മാനേജ്മെന്റും ഇൻവെന്ററി മാനേജ്മെന്റ് ആണ് പറയുന്നത്. ഇനി കമ്മ്യൂണിക്കേഷൻ വിത്ത് ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്, മറ്റുള്ള ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട്, മറ്റുള്ള ബ്ലഡ് ബാങ്കുകളായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. കാരണം ഏറ്റവും റെയർ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ്, അറിയോ? ഏറ്റവും റെയർ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് O നെഗറ്റീവ്. ഓക്കെ, O നെഗറ്റീവ് റെയർ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ്. ഓക്കെ, AB. ഓക്കെ, ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിഞ്ഞൂടെ? ഏറ്റവും റെയർ ആയിട്ടുള്ള ഒരു ബ്ലഡ് ഗ്രൂപ്പ് ആണ് ഏത്, ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. റെയർ എന്ന് വെച്ചാൽ അത്ര റെയർ ആണ്. അപ്പൊ ഈ റെയർ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് എന്ത്
എന്ത് വരാനുള്ള ചാൻസ് വല്ല എമർജൻസി ഒക്കെ വരികയാണെങ്കിൽ എന്ത് കിട്ടാനുള്ള ചാൻസ് കുറവാണ്, ബ്ലഡ് കിട്ടാനുള്ള ചാൻസ് കുറവാണ്. അപ്പൊ മറ്റുള്ള എസ്റ്റാബ്ലിഷ്മെന്റ് ആയിട്ട് നല്ല പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു എസ്റ്റാബ്ലിഷ്മെന്റിൽ ബ്ലഡ് ഉണ്ടെങ്കിൽ, റെയർ ആയിട്ടുള്ള ബ്ലഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് ഉള്ള ചാൻസ് ഉണ്ട്, അവിടെ നിന്ന് എത്തിക്കാനുള്ള ഒരു ഇതൊക്കെ എടുക്കാനായിട്ട് പറ്റും. ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് ആണ് ഏറ്റവും റെയറസ്റ്റ് ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ അങ്ങനെ കമ്മ്യൂണിക്കേഷൻ വേണം ആരായിട്ട്, ആദ്യമായിട്ടാണ് കേൾക്കണേ ബോംബെ ബ്ലഡ് ഗ്രൂപ്പ്. ഓക്കെ, അങ്ങനെ ഗ്രൂപ്പ് ഉണ്ട്, ഏറ്റവും റെയറസ്റ്റ് ആയിട്ടുള്ള ഗ്രൂപ്പാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു 10 ലക്ഷം പേരിൽ ഒരാൾക്കോ അങ്ങനെ എന്തോ ആണ് അതിന്റെ ഒരു റേഷ്യോ പറയണത്. അത്ര റെയർ ആണ്. ഞാൻ ഞാൻ കേട്ടിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രത്താന്ന് തോന്നുന്നുണ്ട്, ഒരു കുട്ടിക്ക് ഈ ബ്ലഡ് ഗ്രൂപ്പ് ആണ്, അപ്പൊ എമർജൻസി ആയിട്ട് ബ്ലഡ് വേണം എന്ന് പറഞ്ഞിട്ട് ബോംബെ ബ്ലഡ് ഗ്രൂപ്പ് ആണ് ആ കുട്ടിയുടെ എന്താണ് ബ്ലഡ് ടൈപ്പ്. എന്നിട്ട് എനിക്ക് തോന്നുന്നു മഹാരാഷ്ട്രയിൽ യു പിന്ന് ഒന്നാണ്ടാണ് ഡോണർ വന്നത്. ഈ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി ഡോണർ അത്രയും ദൂരത്തു നിന്നാണ് വന്നത്. അത്ര റെയർ ആയിട്ടുള്ള ബ്ലഡ് ആണ്. അപ്പൊ അവരൊക്കെ ആയിട്ടുള്ള ഒരു എസ്റ്റാബ്ലിഷ്മെന്റ്, മറ്റുള്ള ബ്ലഡ് ബാങ്ക് ആയിട്ടുള്ള എസ്റ്റാബ്ലിഷ്മെന്റ്സ് ആയിട്ട് ഒരു കോണ്ടാക്ട് നല്ലതാണ്. അതേപോലെ സന്നദ്ധ പ്രവർത്തകരുണ്ട്. ഈ AB നെഗറ്റീവ് ഒക്കെ പറഞ്ഞില്ലേ, അതും റെയർ ആയിട്ട് കാണുന്ന ബ്ലഡ് ആണ് AB നെഗറ്റീവ്. അതും അത്യാവശ്യം റെയർ ഗ്രൂപ്പ് ആണ്. അപ്പൊ അങ്ങനത്തെ ആ വ്യക്തികളായിട്ടൊരു ഒരു കോണ്ടാക്ട് ഉണ്ടാവുന്നത് നല്ലതാണ്. കാരണം എപ്പോഴാണ് നമുക്ക് എമർജൻസി വന്നതെന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റൽസിൽ അല്ലെങ്കിൽ നമ്മുടെ പരിസരത്തോ ഈ സന്നദ്ധ പ്രവർത്തകരൊക്കെ ഉണ്ടാവും. അവരില് പിന്നെ ഗ്രൂപ്പുകളൊക്കെയാണ്, ചില ക്ലബുകളൊക്കെ തന്നെ അവരെന്ത് ചെയ്യാൻ ഇത് കാണിക്കും, ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് സന്മനസ് കാണിക്കാറുണ്ട്. അപ്പൊ അവരിൽ ഇങ്ങനെ ഗ്രൂപ്പുകൾ ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ ഹോസ്പിറ്റലൊക്കെ നമുക്ക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിനും ഇങ്ങനെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരൊക്കെ ആയിട്ട് കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യണത്, ബ്ലഡ് ബാങ്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് നല്ലതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവർക്ക് എമർജൻസി സിറ്റുവേഷൻസ് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. കമ്മ്യൂണിക്കേഷൻ വിത്ത് ബ്ലഡ് എസ്റ്റാബ്ലിഷ്മെന്റ്, ആ ഒരു പോയിന്റ് ഇങ്ങനെ കണക്ട് ചെയ്തൊന്ന് പഠിച്ചാൽ മതി. സ്റ്റോക്ക് ആൻഡ് ഇൻവെന്ററി മാനേജ്മെന്റും ബ്ലഡിന്റെ സ്റ്റോക്കും ഇൻവെന്ററി മാനേജ്മെന്റ് ആണ് കണക്ട് ചെയ്ത് പഠിക്കാം. നമ്മൾ അത്ര ശ്രദ്ധയോട് വേണം എന്ത് ചെയ്യാനായിട്ട്, ബ്ലഡും അതിന്റെ ഹാൻഡ്ലിങ്ങും ഡെലിവറി ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സ്യൂട്ടബിൾ ബ്ലഡ് കമ്പോണൻസ്, ഓരോ ക്ലിനിക്കൽ കണ്ടീഷനും വേറെ വേറെ കമ്പോണൻസ് ആയിരിക്കും റിക്വയർ ആവുന്നത്. അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, ബ്ലഡ് ബാങ്കിന്റെ ഉത്തരവാദിത്തമാണ്. പിന്നെ നമ്മൾ റിക്വസ്റ്റ് അനുസരിച്ച് അർജന്റ് ആയിട്ടുള്ള റിക്വസ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യുക, ഫുൾഫിൽ ചെയ്യാനായിട്ട് നോക്കുക, ബ്ലഡ് കമ്പോണൻസ് എത്തിച്ചു കൊടുക്കുക. അതേപോലെ ട്രാൻസ്ഫ്യൂഷന് മുമ്പായിട്ട് ഒരു വാലിഡേറ്റിംഗ്, ഒരു എക്സാമിൻ ചെയ്യാം, ബ്ലഡിന്റെ ടെസ്റ്റ് ഒക്കെ ചെയ്യാം. അതൊക്കെ സേഫ് ആണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം മറ്റൊരു പേഷ്യന്റിലേക്ക് എന്ത് ചെയ്യാം, ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യാൻ പാടുള്ളൂ. ദെൻ ഇവാലുവേറ്റിംഗ് ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി, പേഷ്യന്റും ഡോണറും തമ്മിൽ ഇമ്മ്യൂണോളജിക്കൽ സ്യൂട്ടബിലിറ്റി ഉണ്ടോ എന്ന് ഇവാലുവേറ്റ് ചെയ്യാം. ഇത്രയുമാണ് ബ്ലഡ് ബാങ്കിന്റെ ഫങ്ഷൻസ് പറയുന്നത്. ഒന്ന് നോക്കി, എല്ലാവരും ഒന്ന് വായിച്ചു നോക്കി. ഇൻട്രൊഡക്ഷനും വാട്ട് ആർ ദ മെയിൻ ഫങ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കി. ഒന്ന് വേഗം വായിച്ചു നോക്കുക കേട്ടോ. സെക്കൻഡ് വൺ ഒന്നുകൂടി പറയണം. ഓക്കെ, വാലിഡേറ്റിംഗ് പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾസ്, നമ്മൾ ട്രാൻസ്ഫ്യൂഷന് മുമ്പ് എന്ത് എക്സാമിൻ ചെയ്യാം, പ്രീ ട്രാൻസ്ഫ്യൂഷൻ സാമ്പിൾസ് എക്സാമിൻ ചെയ്യാം, ടെസ്റ്റുകളൊക്കെ നടത്താം. എന്നിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ട്രാൻസ്ഫ്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. ആൻഡ് റിക്വസ്റ്റ് ടു സെർവ് ദ ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രൊഡക്റ്റ്, ട്രാൻസ്ഫ്യൂഷൻ ടെസ്റ്റ് ഒക്കെ ചെയ്തതിന് ശേഷം മാത്രമാണ് ബ്ലഡോ ബ്ലഡ് പ്രൊഡക്റ്റോ എന്ത് ചെയ്യാൻ പാടുള്ളൂ, സെർവ് ചെയ്യാൻ പാടുള്ളൂ. റിക്വസ്റ്റിനനുസരിച്ച് എന്ത് ചെയ്യാൻ പാടുള്ളൂ, സെർവ് ചെയ്യാൻ പാടുള്ളൂ. അത്രേ ഉള്ളൂ. നമ്മള് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് മുമ്പായിട്ട്
കാര്യങ്ങളൊക്കെ എക്സാമിൻ ചെയ്യാം, സാധൂകരിക്കാൻ വേണ്ടിയിട്ട് വാലിഡ് ആയിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്തിട്ട് വേണം അത് ചെയ്യാനായിട്ട് സെർവ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ കേട്ടാ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സാധാരണ രീതിയിൽ ലൊക്കേഷൻ ആണ് പറയുന്നത് കേട്ടോ. ബ്ലഡ് ബാങ്കിന്റെ ലൊക്കേഷൻ സാധാരണ രീതിയിൽ എവിടെ ആയിരിക്കണം എന്നുള്ളതാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ പറയുന്നത്. ടിപ്പിക്കലി ഷുഡ് ബി സിറ്റുവേറ്റഡ് ഓൺ ഗ്രൗണ്ട് ഫ്ലോർ. എവിടെയായിരിക്കണം? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം എപ്പോഴും ബ്ലഡ് ബാങ്ക് എന്ത് ചെയ്യാനായിട്ട്, സിറ്റുവേറ്റ് ചെയ്യാനായിട്ട്. എവിടെയായിരിക്കണം? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. ഈസി വിസിബിലിറ്റി, നമുക്ക് എവിടെ നിന്ന് നോക്കിയാലും ബ്ലഡ് ബാങ്ക് ആണ്, കാരണം അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. നമുക്ക് ഈസി ആയിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റണം, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഈസി വിസിബിലിറ്റി നിയർ പ്രോക്സിമിറ്റി വിത്ത് എവിടെയാണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആൻഡ് OT കോംപ്ലക്സ്. ആ OTയുടെ അവിടെ എഴുതിക്കോ, ഓപ്പറേഷൻ തിയേറ്റർ. OTയുടെ ഫുൾ ഫോം എന്താണ്? ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് കേട്ടോ. അപ്പോ എമർജൻസി ഡിപ്പാർട്ട്മെന്റും ഓപ്പറേഷൻ ഹോസ്പിറ്റൽ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റും അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സിനും അടുത്തായിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ബ്ലഡ് ബാങ്ക് സിറ്റുവേറ്റ് ചെയ്യാനായിട്ട്. ഈ 3 അടുത്തായിട്ട് വേണം. ഏതൊക്കെയാണ്? എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, OT കോംപ്ലക്സ്, ഹോസ്പിറ്റൽ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റിനെയും അടുത്തായിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, ഈ ബ്ലഡ് ബാങ്ക് സമീപത്തായിരിക്കണം ആര് സിറ്റുവേറ്റ് ചെയ്യാൻ, ബ്ലഡ് ബാങ്ക് സിറ്റുവേറ്റ് ചെയ്യാൻ. അതേപോലെ തന്നെ നമ്മൾ ഈ ബ്ലഡ് ബാങ്കിലേക്ക് റെസ്ട്രിക്റ്റഡ് എൻട്രീസ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. കാരണം ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാനും അത് സ്വീകരിക്കുന്ന ആൾക്കാർ മാത്രം, അല്ലെങ്കിൽ സ്വീകരിക്കുന്ന ആൾക്കാരുടെ റെപ്രസെന്റേറ്റീവ്സിന് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, അങ്ങോട്ട് പെർമിറ്റ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയ ആണെങ്കിൽ ആൾക്കാർക്ക് എമർജൻസി ആയിട്ട് വരുന്ന കേസുകളൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഒരു ക്രൗഡഡ് ഏരിയ അവോയ്ഡ് ചെയ്യണം നല്ലതായിരിക്കും. ക്രൗഡ്സ് വെച്ചാല് ആൾക്കാരുടെ കൂട്ടം അവോയ്ഡ് ചെയ്യണം നല്ലതായിരിക്കും. ഇറ്റ് വിൽ ഹാവ് distinct entry and exit with wide corridors and waiting space to crucial traffic congestion. എന്ന് വെച്ചാല് ട്രാഫിക് കൺജക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗതാഗത കുരുക്കാണ്. ഇവിടെ ഗതാഗത കുരുക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ആൾക്കാരുടെ തിരക്കുകൾ മാക്സിമം അവിടെ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ട് വലിയ ഇടനാഴികളൊക്കെ ഉള്ള വൈഡ് ആയിട്ടുള്ള കോറിഡോറൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ വലിയ ഇടനാഴികളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെയിറ്റ് ചെയ്യാനും പറ്റും. വെയിറ്റിംഗ് സ്പേസ് ഉണ്ടെങ്കിൽ കാത്തിരിപ്പ് കേന്ദ്രങ്ങളോ അങ്ങനെ ഇടങ്ങളോ ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. കാരണം ബ്ലഡ് ഒക്കെ ഡൊണേറ്റ് ചെയ്ത് ബ്ലഡ് ടെസ്റ്റ് ചെയ്യും. അത് തന്നെ നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യാനേക്കാളും മുമ്പ് നിങ്ങൾ ആരെങ്കിലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടോ? ഇപ്പൊ ഹോസ്പിറ്റൽസിലും ഇപ്പം എനിക്കറിയാം, അപ്പൊ അതുകൊണ്ട് ഞാൻ പറയാം. എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോയപ്പോ അതിന്റെ ബ്ലഡിന്റെ സാമ്പിള് ടെസ്റ്റ് ചെയ്യും. അപ്പൊ അതിൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ, റിലേറ്റ് ചെയ്യുന്ന അസുഖങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും അസുഖങ്ങളൊക്കെ ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, അല്ലെങ്കിൽ ബ്ലഡ് വഴി ട്രാൻസ്ഫർ ചെയ്യുന്ന അസുഖങ്ങളില്ല എന്നൊക്കെ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് അതിനെ ബ്ലഡ് എന്ത് ചെയ്യണത്, ടെസ്റ്റ് ചെയ്യണത്. ടെസ്റ്റ് ചെയ്ത് അതിന്റെ റിസൾട്ട് വന്നതിന് ശേഷം ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യണത്, ബ്ലഡ് കളക്ട് ചെയ്യാൻ വിളിക്കുന്നത്. അപ്പൊ ബ്ലഡ് കളക്ട് ചെയ്തതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഞങ്ങളുടെയൊക്കെ ഹോസ്പിറ്റലില് ഫ്രൂട്ട്സോ അല്ലെങ്കിൽ എന്താണ് ചെറിയ ജ്യൂസ് ഒക്കെ തരും. എന്നിട്ട് പറയും 1 മണിക്കൂർ കൂടി വെയിറ്റ് ചെയ്തിട്ട് പൊക്കോളാൻ പറയും. അപ്പൊ ഈ വെയിറ്റിംഗ് സ്പേസ് ഇമ്പോർട്ടന്റ് ആണ്. അവിടെ വെയിറ്റ് ചെയ്യുന്നിടത്ത് നമ്മൾ ഈ 1 hour നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അകത്താണെങ്കിൽ ബ്ലഡ് കളക്ട് ചെയ്തതിനു ശേഷം വെയിറ്റ് ചെയ്യേണ്ടത് എവിടെയാണ്, പുറത്താണ്. അപ്പൊ ക്രൗഡഡ് ആവാതിരിക്കാനായിട്ട് കൂടുതൽ എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എമർജൻസി ആയിട്ട് പേഷ്യൻസ് ബ്ലഡ് ആവശ്യമുള്ള ആൾക്കാർ വരുമ്പോൾ നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ വന്നവരൊക്കെ ഇങ്ങനെ കൂട്ടം കൂടി നിൽക്കണേക്കാളും നല്ലത് കുറച്ച് ആൾക്കാർ ഇങ്ങനെ വിശ്രമിക്കാനുള്ള സ്ഥലത്തൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ക്രൗഡ് അവോയ്ഡ് ചെയ്യാനും അവർക്ക് എമർജൻസി ആയിട്ട് ബ്ലഡ് കളക്ട് ചെയ്ത് പോകാനും പറ്റും. അതാണ് അവിടെ പറയുന്നത് കേട്ടോ. It will have a distinct entry and exit with wide corridors for waiting space with crucial traffic congestion. ഗതാഗത ചുരുക്കാനൊക്കെ ഉദ്ദേശിക്കുന്നത് ഈ ആൾക്കാരുടെ ഈ ഒരു എന്താ പറയുക ക്രൗഡ് കുറയ്ക്കാന്നുള്ളതാണ്. അതേപോലെ കുറച്ചും കൂടി വിശാലമായിരിക്കണം, കുറച്ച് സ്പേസ് ഒക്കെ വേണം. It must be spacious through with the minimum public entry so that there is no interference with the work of the lab technician. Okay, വിശാലമായ സ്പേസ് ഒക്കെ ആയിരിക്കണം.
അതേപോലെ പബ്ലിക് എൻട്രി, മറ്റുള്ളവരുണ്ടല്ലോ പുറത്തുനിന്ന് വരുന്ന അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ബ്ലഡ് ബാങ്ക് ആയിട്ട് റിലേറ്റ് ചെയ്യാത്ത പേഴ്സണ് വരുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, ട്രീറ്റ്മെന്റിന് മാത്രം വരുന്ന ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ്, അവരായിട്ട് ഒരു പബ്ലിക് എൻട്രിയിൽ ഒരു മിനിമം റിസ്ട്രിക്ഷൻ വെക്കണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റാഫ്, ലാബ് ടെക്നീഷ്യൻസിന്റെ ഒക്കെ വർക്കുകൾ ഇന്റർഫിയർ ചെയ്യാതിരിക്കാനായിട്ട്, ഇടപെടാതിരിക്കാനോ അല്ലെങ്കിൽ തടസ്സം വരാതിരിക്കാനോ അത് നല്ലതാണ്. അപ്പൊ ഇറ്റ് മസ്റ്റ് ബി സ്പേഷ്യസ് ത്രൂ വിത്ത് മിനിമം പബ്ലിക് എൻട്രി. പുറത്തുനിന്നുള്ള ആൾക്കാരെ അങ്ങനെ പെർമിറ്റ് ചെയ്യാതിരിക്കാം. സോ അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാബ് ടെക്നീഷ്യൻസിന്റെ ഒക്കെ വർക്ക് പ്രോപ്പർ ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ജോലി ചെയ്യാൻ പറ്റും. വേറെ ഇന്റർഫിയറൻസ് ഒന്നും എന്തുണ്ടാവില്ല ഈ ഒരു കാര്യത്തില് വരാൻ ചാൻസ് കുറവാണ്. അപ്പൊ അവർക്ക് അവരുടെ കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് എന്താ പറഞ്ഞു, എന്താണ് നല്ല രീതിയിൽ ഡെലിവറിയും ഹാൻഡ്ലിങ്ങും ആണ് ഈ ചെയ്യേണ്ടത്. കാരണം അത്ര ക്രിട്ടിക്കൽ ആയ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജോബാണ് ഓരോരുത്തർ ചെയ്യണത്. അപ്പൊ അവർ നല്ല രീതിയിൽ വേണം എന്ത് ചെയ്യാനായിട്ട്, അത് നോക്കാനായിട്ട് കേട്ടോ. അത്ര റിസ്കി ആയിട്ടുള്ള കാര്യങ്ങളാണ് ലാബ് ടെക്നീഷ്യൻസ് ചെയ്യണത്. ചില റിസൾട്ട് ഒക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ തന്നെ കുറച്ച് കോംപ്ലിക്കേഷൻ ആണ്. അപ്പൊ വേറെ മറ്റുള്ള ആൾക്കാരായിട്ട് ഒരു ഇന്ററാക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ അവർ അവരുടെ വർക്ക് പ്രോപ്പർ ആയിട്ട് തന്നെ ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു സ്പേസ് നമ്മൾ എന്ത് ചെയ്യാൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ലൊക്കേഷൻ വായിച്ചു നോക്കി, 5 പോയിന്റ്സ്. ഇവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. ഈ എവിടേക്കാണ്, എന്തിനടുത്താണോ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് വേണ്ടത്, നിയർലി പ്രോക്സിമേറ്റ് വിത്ത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, അല്ലെങ്കിൽ ബ്ലഡ് ബാങ്ക് എവിടെയായിട്ടായിരിക്കണം എന്നൊക്കെ ഉള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട്. നോക്കാം കേട്ടോ. 5 പോയിന്റ് ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. ക്ലിയർ ആണ് എല്ലാവർക്കും? ഓക്കെ. ഇനി നമുക്കൊരു ഫ്ലോ ചാർട്ട് നോക്കാനുണ്ട്. ഓർഗാനോഗ്രാം എന്ന് പറയും. സ്ട്രക്ചറൽ ഘടനയാണ്, ഇവിടുത്തെ സ്റ്റാഫുകളുടെ ഘടനയാണ് നമ്മൾ എന്ത് പറയണത്, ഓർഗാനോഗ്രാം എന്ന് വെച്ചാല്. ഇന്ന ആൾക്ക് കീഴിൽ ഇന്ന ആള്, അല്ലെങ്കിൽ ഇന്ന ആൾക്കാർക്കൊക്കെ ഇന്ന ഡ്യൂട്ടീസ് ഉള്ള ഒരു സ്ട്രക്ചറൽ ആയിട്ടുള്ള ഘടനയാണ് നമ്മൾ എന്ത് പറയണത്, ഓർഗാനോഗ്രാം എന്ന് പറയുന്നത്. മിക്ക ചാപ്റ്റേഴ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും കേട്ടോ. ഓക്കെ. നമ്മുടെ മെഡിക്കൽ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഏറ്റവും ടോപ്പിൽ ആരാണുള്ളത്, MD, മെഡിക്കൽ ഡയറക്ടർ ആണുള്ളത്. ആരാണ്, മെഡിക്കൽ ഡയറക്ടർ. മെഡിക്കൽ ഡയറക്ടറിന് കീഴിലാണ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. നമ്മളുടെ ബ്ലഡ് ബാങ്കിന്റെ ഒക്കെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ ഡയറക്ടറിന് കീഴിൽ വന്നത്. മെഡിക്കൽ ഡയറക്ടറിന് കീഴില് ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ആണ് വന്നത്. ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് കീഴിൽ 3 പേരുണ്ട്. BTO, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ. ഓരോ വ്യക്തികളാണെന്ന് പഠിച്ചാൽ മതി. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ഒക്കെ ചെയ്ത് അത് ശ്രദ്ധാപൂർവ്വം ചെയ്യിപ്പിക്കുന്ന വ്യക്തിയാണ്. ടെക്നീഷ്യൻസിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്ന വ്യക്തിയാണ് ആര്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ. ക്വാളിറ്റി മാനേജർ, നമ്മൾ കളക്ട് ചെയ്യുന്ന ബ്ലഡിന്റെ ക്വാളിറ്റി ഉറപ്പുവരുത്തുന്ന ആരാണ്, ക്വാളിറ്റി മാനേജർ ആണ്. ദെൻ ടെക്നീഷ്യൻ സൂപ്പർവൈസേഴ്സ്, മറ്റ് അദ്ദേഹത്തിന് കീഴിലുള്ള ക്ലർക്കും നേഴ്സും അതേപോലെ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഓഫീസറൊക്കെ ആയിട്ട് ഒരു ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്ട് വരുന്നത് ആരാണ്, ടെക്നീഷ്യൻ സൂപ്പർവൈസർക്കാണ്. ഇനി BTO പറഞ്ഞു, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസറിന് കീഴിലാണ് ടെക്നീഷ്യൻസും അസിസ്റ്റന്റ് ടെക്നീഷ്യൻസും വരുന്നത്. അതേപോലെ തന്നെ ടെക്നീഷ്യൻ സൂപ്പർവൈസറിന്റെ കീഴിലാണ് ആരൊക്കെ വരുന്നത്, ക്ലർക്ക്, നേഴ്സ്, PRO ഒക്കെ വരുന്നത്. പബ്ലിക് റിലേഷൻ ഓഫീസർ ആണ്. നമ്മൾ പല ചാപ്റ്റേഴ്സിലും പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ. ഓക്കെ. ഇത്രയുമാണ് ഈ ഒരു ഓർഗാനോഗ്രാം, ബ്ലഡ് ബാങ്കിന്റെ ഓർഗാനോഗ്രാം ആയിട്ട് റിലേറ്റ് ചെയ്യണം ആ ഒരു ഘടനയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. ഫസ്റ്റ് മെഡിക്കൽ ഓഫീസർ, മെഡിക്കൽ ഓഫീസറിന്റെ കീഴിൽ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്, ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിന് കീഴിലാണ് ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ചീഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് കീഴിൽ 3 പേരുണ്ട്.
ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസർ, ക്വാളിറ്റി മാനേജർ, ടെക്നിക്കൽ സൂപ്പർവൈസർ. ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഓഫീസറിന്റെ കീഴിലാണ് ടെക്നീഷ്യൻസ് വരുന്നത്. ഈ ടെക്നീഷ്യൻസിന്റെ കീഴിൽ അസിസ്റ്റന്റ് ടെക്നീഷ്യൻസ് വരും. ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ കീഴിൽ ക്ലർക്ക്, അവിടുത്തെ ക്ലർക്ക്, അതേപോലെ നേഴ്സ്, പബ്ലിക് റിലേഷൻ ഓഫീസേഴ്സ് ഒക്കെ വരും കേട്ടോ. വായിച്ചു നോക്കിയേ. PROന്റെ ഫുൾ ഫോം എഴുതി വെച്ചോട്ടെ, പബ്ലിക് റിലേഷൻ ഓഫീസർ എന്നിട്ട് എഴുതി വെച്ചോട്ടാ. ഒന്ന് വായിച്ചു നോക്കിയ ഓർഗാനോഗ്രാം ഒന്ന് നോക്കിയേ. എല്ലാവരും ഒന്ന് വായിച്ചു നോക്കി. ഇന്ന ആളുടെ കീഴിൽ ഇന്ന ആള്, അതേപോലെ തന്നെ BPOന്റെ ഫുൾ ഫോം, PROന്റെ ഫുൾ ഫോം ഒക്കെ ഒന്ന് നോക്കിയേ. PRO എന്ന് വെച്ചാൽ പബ്ലിക് റിലേഷൻ ഓഫീസർ കേട്ടോ. പബ്ലിക് റിലേഷൻ ഓഫീസേഴ്സ് എന്ന് പറയും കേട്ടോ PRO. ഓക്കെ, എല്ലാവരും വായിച്ചു നോക്കിയാ? ക്ലിയർ ആണോ ഓർഗാനോഗ്രാം? ഓക്കെ. ഇനി നമ്മുടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് മുമ്പായിട്ട് കുറച്ച് ടെസ്റ്റുകളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? What tests are done in blood banking? എന്തെല്ലാം ടെസ്റ്റ് ആണ് ബ്ലഡ് ബാങ്കിൽ ചെയ്യണേന്ന് നോക്കാം. കുറച്ച് പ്രാഥമിക ടെസ്റ്റുകൾ ബ്ലഡ് ബാങ്കിൽ ചെയ്യാറുണ്ട്. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് പ്രാഥമിക ടെസ്റ്റുകൾ എന്ത് ചെയ്യാറുണ്ട്? ബ്ലഡ് ബാങ്കിൽ ചെയ്യാറുണ്ട്. അത് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന്റെ റെസ്ട്രിക്ഷൻസ് ഒന്നും അല്ല, എന്നാലും നമ്മൾ കുറച്ച് പ്രാഥമിക ടെസ്റ്റ് WHO പറഞ്ഞിട്ടുണ്ട്. ഒരു ഗ്ലോബൽ അപ്രോച്ച് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ ബ്ലഡ് കളക്ട് ചെയ്യുന്നതിന് ഒരു സ്ക്രീനിങ് ടെസ്റ്റ് പോലെ, പ്രാഥമിക ടെസ്റ്റ്, പ്രിലിമിനറി ടെസ്റ്റ് പോലെ ഒരു ടെസ്റ്റ് നമ്മൾ ചെയ്യാറുണ്ട്. ഫസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഏതാണെന്ന്, ഗ്രൂപ്പ് ടൈപ്പ്, ബ്ലഡ് ഗ്രൂപ്പിന്റെ ടൈപ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കും. ഫസ്റ്റ് എന്താണ് ബ്ലഡ് ഗ്രൂപ്പിന്റെ ടൈപ്പ്. എത്ര ബ്ലഡ് ഗ്രൂപ്പുകൾ ഉണ്ട്? ബ്ലഡ് ഗ്രൂപ്പുകളാണ് കേട്ടോ. ABO എന്നാ പറയുന്നത്. ABO ആണ് നമ്മൾ ബ്ലഡ് ഗ്രൂപ്പ് പറയുന്നത്. A ഗ്രൂപ്പ്, B ഗ്രൂപ്പ്, AB ഗ്രൂപ്പ്, O ഗ്രൂപ്പ്. ഏതൊക്കെയാണ്? A ഗ്രൂപ്പ്, B ഗ്രൂപ്പ്, AB ഗ്രൂപ്പ്, O ഗ്രൂപ്പ്. അപ്പോ ഈ ABO ടൈപ്പ് ആണ് നോക്കുന്നത്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട്, നോക്കാം കേട്ടോ. ഈ ഒരു ചാർട്ട് കണ്ട നിങ്ങള്? ഈ ഒരു ചാർട്ട് നോക്കിയിട്ട് നമുക്ക് പറയാം, എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ എഴുതാനായിട്ടുള്ളത് പറഞ്ഞുതരാം കേട്ടോ. കാരണം പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് എഴുതാം. അപ്പൊ നമുക്ക് ഗ്രൂപ്പ് ഏതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു? A ഉണ്ട്, B ഉണ്ട്, AB ഉണ്ട്, O ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോ നമുക്ക് ആന്റിജൻ എന്താന്ന് നോക്കാം. ഫസ്റ്റ് താഴത്തത് ആന്റിജൻ ഇൻ RBCയിലുള്ള ആന്റിജൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ബ്ലഡില് ബ്ലഡിലെ കമ്പോണൻസ് ആണ് പറയുന്നത്. ഇപ്പൊ RBC നമ്മൾ ആന്റിജന്റെ പ്രസൻസ് നോക്കിയിട്ടാണ് ഗ്രൂപ്പ് ഏതാണെന്ന് നിർണ്ണയിക്കുന്നത്. എന്താണ്? ആന്റിജന്റെ പ്രസൻസ് നോക്കിയിട്ടാണ് ബ്ലഡ് ഗ്രൂപ്പ് എന്താണെന്ന് നിർണ്ണയിക്കുന്നത്. അപ്പൊ ഒന്ന് എഴുതി, ദ ബ്ലഡ് ആന്റിജൻസ് എഴുതിയെടുത്താലോ നമുക്ക്? ഞാൻ ടൈപ്പ് ചെയ്ത് മരിക്കാം, പറയുകയും ചെയ്യാം കേട്ടോ. ആന്റിജൻ is a substance that the immune system recognize and respond to and blood antigens. എന്താണ് blood antigens? And blood antigens are the substance on RBC എന്ന് വെച്ചാല് റെഡ് ബ്ലഡ് സെൽസിലുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് എന്ത്? നമ്മളുടെ ആന്റിജൻ എന്ന് പറഞ്ഞത് RBCയിലുള്ള സബ്സ്റ്റൻസ് ആണ്. that determine
ഡിറ്റർമിൻ ബ്ലഡ് ടൈപ്പ്. നമ്മുടെ ബ്ലഡ് ടൈപ്പ് എന്താണ് എന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന ആ ഒരു ഘടകത്തിനെയാണ് നമ്മൾ എന്ത് പറയണത്? ആന്റിജൻ എന്ന് പറയുന്നത്. നോക്കി ഒരു മിനിറ്റ് നോക്കട്ടോ. An antigen is a substance that the immune system recognize and responds to. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രോഗപ്രതിരോധ പ്രതികാരങ്ങളെ പ്രചോദിപ്പിക്കുന്ന രാസവസ്തുവാണ് ആന്റിജൻ. ബ്ലഡില് RBCയിലാണ് ആന്റിജൻ ഉള്ളത്, റെഡ് ബ്ലഡ് സെൽസിൽ. അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എന്താണ്? ബ്ലഡ് ടൈപ്പ് എന്താണെന്ന് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നു? ആന്റിജൻസ് ഹെൽപ്പ് ചെയ്യുന്നു. എന്താണ്? ബ്ലഡിന്റെ ടൈപ്പ് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ആന്റിജൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ ആണ് എല്ലാവർക്കും? അത് എഴുതിയെടുത്തോ? ഒന്ന് എഴുതിയെടുത്തിട്ട് നീ ഒന്ന് വായിച്ചു നോക്കട്ടോ. എഴുതിയെടുത്ത എല്ലാവരും ഓക്കെ ആണോ? നമുക്ക് ആന്റിജൻ ഇപ്പൊ മനസ്സിലായി. ബ്ലഡ് ടൈപ്പ് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസിനെയാണ് എന്ത് പറയണത്? ആന്റിജൻ എന്ന് പറയുന്നത്. ആന്റിജൻ അറിയാം. ആന്റിബോഡി എന്താണ്? ഇതിന് ഓപ്പോസിറ്റ് ആണ്. ആന്റിജനുകളുടെ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നതിന് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രോട്ടീൻ ആണ് ഏത്? ആന്റിബോഡി എന്ന് പറയുന്നത്. ആന്റിജനുകളുടെ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നത്, അതിന് ഓപ്പോസിറ്റ് ആയിട്ട് പ്രതികരിക്കുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള എന്താണ്? ഒരു പ്രോട്ടീൻ ആണ് ഏത്? ആന്റിബോഡീസ് എന്ന് പറയുന്നത്. നോക്കാം, ഞങ്ങളുടെ വെച്ചിട്ടാ. നോക്കാം. An antibody is a protein produced by your immune system. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ ആണ് എന്ത്? ആന്റിബോഡി. എന്തിനു വേണ്ടിയിട്ട്? ടു അറ്റാക്ക് ആൻഡ് ഫൈറ്റ് ഓഫ് ദീസ് ആന്റിജൻസ്. ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആന്റിജൻസ് എതിരെ എന്ത് ചെയ്യാൻ വേണ്ടി? ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ബോഡിയിൽ എന്തുള്ളത്? ആന്റിബോഡീസ് ഉള്ളത്. അപ്പൊ ആന്റിജൻ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? ബ്ലഡ് ഗ്രൂപ്പ് ഏതാണെന്ന് സെലക്ട് ചെയ്യുന്നത്. നമ്മൾ ആ ചാർട്ട് ഞാനിപ്പോ ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ആ ചാർട്ട് ഒന്ന് എല്ലാവരും നോക്കി. ബ്ലഡ് ഗ്രൂപ്പ് എ ആണ്. ബ്ലഡ് ഗ്രൂപ്പ് എയുടെ ആന്റിജൻ അത് എ ആണ്. ഇങ്ങനെ ഡിറ്റർമിൻ ചെയ്തു അവര്. എന്ന് ആണെന്ന് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിട്ട് എയുടെ അതേ ആന്റിജൻ വേണമല്ലോ. അത് എയുടെ ആന്റിജൻ ഏതാണ്? ആന്റിജൻ എ ആണ്. 1 മിനിറ്റ്. ആന്റിജൻ ബ്ലഡ് ഗ്രൂപ്പ് എയുടെ ആന്റിജൻ ഏതാണ്? ആന്റിജൻ എ. അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും ആന്റിബോഡി. ആന്റിബോഡി ഏതാണ്? ഓപ്പോസിറ്റ് ഏതാണ്? ആന്റിബോഡി ബി ആണ്. എക്ക് ഓപ്പോസിറ്റ് ഏതാണ്? ബി ആണ്. ഇനി ബ്ലഡ് ഗ്രൂപ്പ് ബി ആണ്. അതിന് ആന്റിജൻ ഏതാണ്? സെയിം ബി. ഇന്നത്തെ ഇതെന്ന് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഏത് ടൈപ്പാന്ന് അറിയണത്. ബ്ലഡ് ഗ്രൂപ്പ് ബി ആണെങ്കിൽ ആന്റിജനും ഏതായിരിക്കും? ബി ആയിരിക്കും. ബിക്ക് ഓപ്പോസിറ്റ് ഏതാണ്? ആന്റിബോഡി എ ആണ്. ഇപ്പൊ എ ബിക്കാരുണ്ട്, 2 ഗ്രൂപ്പും ഉണ്ട്. എ ബിക്കാർക്ക് എന്തില്ല? ആന്റിജൻ എയും ഉണ്ട്, ആന്റിജൻ ബിയും ഉണ്ട്. അവർക്ക് എന്തില്ല? ആന്റിബോഡീസ് ഇല്ല. എന്തില്ല? ആന്റിബോഡീസ് ഇല്ല. ആന്റിബോഡീസ് ഇല്ല. ഓക്കാരുടെ കേസ് ആണെങ്കിൽ അവർക്ക് ആന്റിജൻ ഇല്ല. ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പാണ് ഏത്? ഓ ഗ്രൂപ്പ്. ആന്റിജൻ ഒന്നും ഇല്ലാത്ത ഗ്രൂപ്പാണ് ഏത്? ഓ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ ആന്റിജൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആന്റിബോഡീസ് ഏതൊക്കെയാണ്? എ എന്ന് പറയുന്നതും ബി എന്ന് പറയുന്നതും ഓക്കാരെ സംബന്ധിച്ച്, ഓ ഗ്രൂപ്പിനെ സംബന്ധിച്ച് എന്താണ്? ഇത് രണ്ടും പുറത്തുനിന്നുള്ള സബ്സ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ആന്റിബോഡീസ് ആണ്. ആന്റിബോഡി എയും ആന്റിബോഡി ബി എന്ന് പറയുന്നത് എന്താണ്? ഓക്കാരെ സംബന്ധിച്ച് ആന്റിബോഡീസ് ആണ്. പറഞ്ഞത് മനസ്സിലായോ? ഒന്നും കൂടി പറയാം. നമുക്ക് ബ്ലഡ് ഗ്രൂപ്പ് എ ബി ഒ എന്നാണ് ഉള്ളത്. അപ്പൊ എ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിന് ആന്റിജൻ ഏതായിരിക്കണം? എ ആയിരിക്കണം. ആ ആന്റിജൻ ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണ? ഗ്രൂപ്പ് നിർണ്ണയിക്കുന്നത്. ആന്റിജൻ എ ഉണ്ട്, എ പ്രസന്റ് ആണ്. അപ്പൊ അത് എ ഗ്രൂപ്പ് ആരാണ്? അപ്പൊ ആന്റിജൻ എക്ക് ഓപ്പോസിറ്റ് ഏതോ ഗ്രൂപ്പ് വരുന്നത്? ബി ആണ്. അപ്പൊ ആന്റിബോഡി അതിന് ഓപ്പോസിറ്റ് ഏതായിരിക്കും? ആന്റിബോഡി ബി ആയിരിക്കും. അപ്പൊ ആന്റിബോഡി എന്താണ്?
ഓപ്പോസിറ്റ് ആയിട്ട് പ്രതികരിക്കുന്ന ആ ഒരു പ്രോട്ടീൻ ആണ്. അപ്പം നെക്സ്റ്റ് ബി ഗ്രൂപ്പിന് ആന്റിജൻ ഏതാണ്? എ ആണ്. സോ ആന്റിബോഡി ഏതായിരിക്കും? ഓപ്പോസിറ്റ് ഏതായിരിക്കും? എ കാരാണ്. എ ബി കാർക്ക് ആന്റിജൻ എ ഉണ്ടാവും ബി ഉണ്ടാവും. ഒരു ബ്ലഡിൽ തന്നെ എയും ബിയും പ്രസന്റ് ആണ്. ആന്റിജൻ എയും ബിയും പ്രസന്റ് ആണെങ്കിൽ ആ ഗ്രൂപ്പ് ഏതാണ്? എ ബി ഗ്രൂപ്പ് ആണ്. അപ്പൊ അവർക്ക് എന്തുണ്ടാവില്ല? ആന്റിബോഡീസ് ഉണ്ടാവില്ല. കാരണം രണ്ട് ഗ്രൂപ്പും അവർക്ക് ഉണ്ട്. എ ഉണ്ട് ബിയും ആന്റിജൻ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് ഓപ്പോസിറ്റ് ഒന്നുമില്ല. അപ്പൊ എന്തില്ല? ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പാണ് ഏത്? എ ബി ഗ്രൂപ്പ്. ദെൻ നമ്മുടെ ഒ ഗ്രൂപ്പിനാണ് എന്തില്ലാത്തത്? ആന്റിബോഡി ഇല്ലാത്ത ഗ്രൂപ്പാണ് എ ബി ഗ്രൂപ്പ്. ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പാണ് ഏത് ഗ്രൂപ്പ്? ഒ ഗ്രൂപ്പ്. ആന്റിജൻ ഒന്നുമില്ലാത്ത ഗ്രൂപ്പാണ് ഏത് ഗ്രൂപ്പ്? ഒ ഗ്രൂപ്പ്. പക്ഷെ ഇവർക്ക് ആന്റിബോഡി ഉണ്ട്. എയും ബിയും ഓക്കാരെ സംബന്ധിച്ച് എന്താണ്? പുറത്തുനിന്നുള്ള വസ്തുവാണ്. സോ ആന്റിബോഡി ആണ് ഏത്? ആന്റിബോഡി എയും ആന്റിബോഡി ബി എന്ന് പറയുന്നത്. ഇനി ഞാൻ രണ്ട് കോമൺ ആയിട്ടുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചോട്ടെ. ഗ്രൂപ്പുകളെ സംബന്ധിച്ചാണ്. പോസിറ്റീവ് നെഗറ്റീവ് ഒന്നും പറയണ്ട. ഗ്രൂപ്പുകളെ സംബന്ധിച്ച് പറയുമ്പോൾ ഏതാണ് യൂണിവേഴ്സൽ റെസിസ്റ്റന്റ് എന്ന് പറയുന്നത്? യൂണിവേഴ്സൽ റെസിസ്റ്റന്റ് എ ബി ഗ്രൂപ്പ് ആണ് കേട്ടോ. തെറ്റരുത്. എ ബി ഗ്രൂപ്പ് ആണ് യൂണിവേഴ്സൽ റെസിസ്റ്റന്റ്. എ ബി എഴുതി വെച്ചാൽ എവിടെയെങ്കിലും എ ബി ഗ്രൂപ്പ് ആണ് യൂണിവേഴ്സൽ റെസിസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇനി അപ്പൊ യൂണിവേഴ്സൽ ഡോണർ ആരാണ്? യൂണിവേഴ്സൽ ഡോണർ ഓ ആണ്. നമ്മള് RH ഫാക്ടർ പറയുമ്പോ ഏതാണ് അതില്? ഓയില് രണ്ട് ഉണ്ടല്ലോ, ഓ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. അത് ഏതാണെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ. ഇനി നമ്മൾ എ ഗ്രൂപ്പുകാർക്ക് ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും? എക്കാർക്ക്, ഗ്രൂപ്പ് എക്കാർക്ക് ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും? ഈ ചാർട്ടിൽ ഇല്ല, നിങ്ങളൊന്ന് എഴുതി വെച്ചാൽ മതി. ഡോണേഴ്സ് അല്ലെങ്കിൽ ദാനം ചെയ്യാൻ കഴിയുന്നത് ആർക്കൊക്കെയാണ്? എക്കാർക്ക് തന്നെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. എ ബിക്കാർക്കും പറ്റും. എക്കാർക്കും പറ്റും, എ ബിക്കാർക്കും പറ്റും, എ ബിക്കാർക്ക് പറ്റും. കാരണം എ ബിക്കാർക്ക് സ്വീകരിച്ച പ്രശ്നമില്ലല്ലോ. കാരണം അവരുടെ ബോഡിയിൽ ആന്റിജൻ എയും ബിയും ഉണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല, ആന്റിബോഡി ഇല്ലല്ലോ. അപ്പൊ എക്കാർക്കും എ ബിക്കാർക്കും പറ്റും. ആർക്ക് പറ്റൂല? ആർക്ക് പറ്റൂല? ഓക്കാർക്കും പറ്റൂല, ബിക്കാർക്കും പറ്റൂല. ഓക്കാർക്കും പറ്റൂല, ബിക്കാർക്കും. ബി ആൻഡ് ഓക്ക് പറ്റില്ല. അതൊന്ന് എഴുതി വെച്ചേക്കട്ടോ. ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യം മാറി. ബി ഗ്രൂപ്പിന്റെ ഗ്രൂപ്പ് ബിക്ക് ആർക്കൊക്കെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും? ബിക്കാർക്കും പറ്റും. ഓക്കെ, ബിക്കാർക്കും പറ്റും, എ ബിക്കാർക്കും പറ്റും. സെറ്റ്. ആർക്കൊക്കെ പറ്റില്ല? എക്കും ബിക്കും എന്ത് ചെയ്യാൻ പറ്റും? ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. എ ബിക്കാർക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമോ? എ ബി ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. എ ബിക്കാർക്ക് മാത്രമേ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എ ബിക്കാർക്ക് മാത്രമേ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എ ബിയിൽ ഇപ്പൊ എക്കാർക്ക് നമ്മൾ എ ബി ഗ്രൂപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആന്റിബോഡി ബി ഉണ്ട്, അത് പറ്റൂല. ഇനി ബിക്കാർക്ക് അത് ഡൊണേറ്റ് ചെയ്താല് ഇതിൽ നമ്മുടെ ആരുണ്ട്? എ ഉണ്ട്, അവർക്കത് പറ്റൂല. അപ്പൊ എ ബിക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇത് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഏത്? എ ബി ഗ്രൂപ്പ്. ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. ഡോണേഴ്സിന്റെ കാര്യമാണ് പറയണത്. എ ബ്ലഡ് ഗ്രൂപ്പ് ആർക്കൊക്കെ ഡൊണേറ്റ് ചെയ്യാൻ പറ്റും? എക്കാർക്കും എ ബി ഗ്രൂപ്പിനും ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ബി ബ്ലഡ് ഗ്രൂപ്പ് ബി ഗ്രൂപ്പിനും എ ബി ഗ്രൂപ്പിനും ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ ബി ഉള്ളതുകൊണ്ട് ഡൊണേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എ ബി ആണെങ്കിൽ, എ ബി ഗ്രൂപ്പ് ഡൊണേറ്റ് ചെയ്യണത് ഡോണേഴ്സ് ആണെങ്കിൽ അത് ആർക്ക് മാത്രമേ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? ദാനം ചെയ്യാൻ പറ്റുള്ളൂ. എ ബിക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡൊണേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കാരാന്ന് വിചാരിക്കേ. ഓ ബ്ലഡ് ഗ്രൂപ്പ് ആണെങ്കിൽ അത് ആർക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും? ഡൊണേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ആർക്കാണ്? ഓ ഗ്രൂപ്പ് ആണെങ്കിൽ എ ബി 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 എ, ഓക്കെ, എ ബി ഓള്. ഓക്കെയാണ്. മോള് അനുസരിക്കുന്നത് കറക്റ്റ് ആണ് കേട്ടോ. ഇത് 4 ഗ്രൂപ്പുകളും ഇത്രയും പേർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ മതി. ഓയാണ് ഓൾ ഗ്രൂപ്പിൽ നിന്ന് ഡൊണേറ്റ് ചെയ്യാൻ പറ്റണത്. ഓക്കെ.
ജസ്റ്റ് ഒന്ന് പറഞ്ഞുള്ളൂ, പുറത്തുനിന്നുള്ളൊരു ടോപ്പിക് ആണ്, പക്ഷെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം നല്ലതാണ്. എ ഗ്രൂപ്പിന്റെ ആന്റിജൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനായിട്ട് കോൺഫിഡന്റ് അല്ലേ? ഏതാണ്? എ ഗ്രൂപ്പ് ആണെങ്കിൽ എ ആണ് ആന്റിജൻ, ബി ഗ്രൂപ്പ് ആണെങ്കിൽ ബി ആണ് ആന്റിജൻ. ഓപ്പോസിറ്റ് ഏതാണ്? ആന്റിബോഡി ഏതാണ്? എയുടെ ഓപ്പോസിറ്റ് ബി ആണ്. ആന്റിജൻ ബിയുടെ ഓപ്പോസിറ്റ് ഏതാണ്? ആന്റിബോഡി എ ആണ്. ആന്റിബോഡി ഇല്ലാത്ത ഗ്രൂപ്പ് ഏതാണ്? ആന്റിബോഡി ഒന്നും ഇല്ലാത്ത ഗ്രൂപ്പ് ഏതാണ്? എ ബി ആണ്. ആന്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ് ഏതാണ്? ഓ ആണ്. നോക്കട്ടെ കേട്ടോ, ആർക്കും മനസ്സിലായില്ല. സഹാന, സത്യം മാം ആർക്കും ഇല്ല എന്ന് പറയാമോ? എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായില്ല. ഇപ്പൊ എക്കാർക്ക് എ ബി ഗ്രൂപ്പിന് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും, ബിക്കാർക്ക് ബി അതേപോലെ തന്നെ എ ബി ഗ്രൂപ്പിന് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. എ ബിക്കാർക്ക് ആണെങ്കിൽ എ ബി മാത്രമേ ഡൊണേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കാർക്ക് എല്ലാവർക്കും ഡൊണേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഓ ഗ്രൂപ്പിൽ നമ്മൾ യൂണിവേഴ്സൽ ഡോണേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് ഈ ഒരു പിക്ചർ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്ന് എഴുതി എടുക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ഈ ഒരു ഇമേജ് ഇപ്പൊ കാണിച്ചിട്ടില്ലേ നമ്മള്, ആ ഗ്രൂപ്പുകൾ ആന്റിബോഡി ആന്റിജൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇമേജ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ നോട്ടിലേക്ക് ഒന്ന് എഴുതിയെടുക്കോ? എല്ലാവരും ചെയ്യില്ലേ? എടുത്തു, സ്ക്രീൻഷോട്ട് എടുത്തു. എഴുതിയെടുക്കണം കേട്ടോ, മറക്കാണ്ട് എഴുതിയെടുക്കണം. അല്ലെങ്കിൽ ബുക്ക് നമ്മള് എ4 ഷീറ്റ് ആണോ അല്ലെങ്കിൽ ബുക്ക് ആണെങ്കിൽ അവിടെ എവിടെയായാലും സ്ഥലം ഒന്ന് എഴുതിയെടുക്കാൻ നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മള് ഗ്രൂപ്പുകൾ പഠിച്ചു. നാളെ ഞാൻ അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഞാൻ ഗ്രൂപ്പ് തുടങ്ങിയിട്ടായിരിക്കും പറയണേട്ടാ. നമുക്ക് എത്ര ഗ്രൂപ്പുകൾ ഉണ്ട്? 4 ആയിട്ടാണ് നമ്മുടെ ഗ്രൂപ്പുകളാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. എ ബി എ ബി ഒ 4 ഗ്രൂപ്പുകളാണ് ഉള്ളത്. എയും ബിയും പിന്നെ എ ബി ഗ്രൂപ്പ് പിന്നെ ഒ ഗ്രൂപ്പ്. 4 ഗ്രൂപ്പുകൾ ഏകദേശം മനസ്സിലായല്ല? അതേപോലെ ഏതൊക്കെയായിരിക്കും മറ്റേ ആന്റിബോഡി എന്നും ആന്റിജൻ എന്നും മനസ്സിലായല്ലോ? ഓക്കെ, ദെൻ ആന്റിബോഡീസ് ഇല്ലാത്ത ഗ്രൂപ്പ് ഏതാണ്? എ ബി ഗ്രൂപ്പ് ആണ്. ആന്റിജൻസ് ഇല്ലാത്ത ഗ്രൂപ്പ് ഏതാണ്? ഒ ഗ്രൂപ്പ് ആണ്. ഇത്രയും മനസ്സിലായിട്ടുണ്ടല്ലോ എല്ലാവർക്കും? ഓക്കെ, ഇത്രയും വെച്ച് നിർത്തുകയാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ RH ഫാക്ടർ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ചുമ്മാ പറഞ്ഞേക്ക് RH ഫാക്ടർ എന്താണെന്ന് വെച്ചാല് ബ്ലഡ് എ ബി സി അല്ല സോറി എ ബി ഒ എന്ന് മാത്രമാണ് പറയാറ് നമ്മള്. അല്ലല്ല, പോസിറ്റീവും നെഗറ്റീവും ഡിനോട്ട് ചെയ്യാറുണ്ട്. പോസിറ്റീവും നെഗറ്റീവും വെച്ച് നമ്മൾ പറയാറുണ്ട്. അപ്പം അത് ഏത് ഗ്രൂപ്പാണ്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? RH ഫാക്ടർ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? RH നെഗറ്റീവ്, RH പോസിറ്റീവ് അങ്ങനെ കൺസിഡർ ചെയ്യാറ്. അപ്പോ RH ഫാക്ടർ എന്താണെന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. എന്തുകൊണ്ടാണ് ഈ RH ഫാക്ടർ വന്നതെന്ന് അടുത്ത ക്ലാസ്സിൽ ഒന്ന് സെർച്ച് ചെയ്തിട്ട് വരുമോ? എന്തുകൊണ്ടാണ് നമ്മൾ ഈ RH ഫാക്ടർ വന്നതെന്ന്, ബ്ലഡ് ഗ്രൂപ്പിന് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? അതൊരു ഇത്തിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ്. അതൊരു എക്സ്പെരിമെന്റ് ചെയ്തിട്ട് അത് കണ്ടുപിടിച്ചിരിക്കുന്നതാണ്. അപ്പൊ ഒന്ന് നോക്കിയിട്ട് വേണം കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.